നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ചില നക്ഷത്രക്കാർ, ഇവർക്ക് ബമ്പർ സമ്മാനം വരെ ലഭിക്കാനുള്ള സമയമാണ്. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന കാര്യമാണ്. ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള വാതിലുകൾ തുറക്കുന്ന സമയം. ഇവർക്ക് ലോട്ടറി അടിക്കും, ഇവർക്ക് വീട് സ്വന്തമാക്കാൻ സാധിക്കും, കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണമായ സാഹചര്യങ്ങൾ വരുന്നു. ജീവിതം മാറിമറിയാൻ പോകുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ പറയുന്ന നക്ഷത്രക്കാരെ കുറിച്ച് അവരുടെ ഈ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവർക്ക് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ അവരുടെ ഭാഗ്യം കൈവിട്ടു പോകും. വളരെ കരുതലോടുകൂടി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ വളരെയധികം ഫലം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവരുടെ കഷ്ടപ്പാടുകൾക്ക് ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ അറുതി വരുത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റം വന്നു ചേരുന്നു. ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തന്നെ വന്നു ചേരുന്നു. പടിപടിയായി ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ വന്നു ചേർന്നു. കഷ്ടപ്പാട് പാടെ മാറുന്ന, ജീവിത ദുഃഖങ്ങൾ മാറിമറിയുന്ന, ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ശുഭഗ്രഹങ്ങളായ ശുക്രൻ, ചന്ദ്രൻ, വ്യാഴം ഇവിടെ പ്രത്യേകമായ സ്ഥാനം പലപ്പോഴും അത്ഭുതങ്ങൾ തന്നെ ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കും. അതിലൂടെ അപ്രതീക്ഷിതമായ ധനയോഗം, ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. പൂർണ്ണ തോതിലുള്ള അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് ഇത്തരത്തിലുള്ള ശുഭഗ്രഹങ്ങൾ നല്ല സ്ഥിതിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ തന്നെയാണ്. അതിലൂടെ ജീവിതം മാറിമറിയും. എല്ലാ രീതിയിലും ഉയർച്ചയും ഉന്മേഷവും ഐശ്വര്യവും നേട്ടവും ഒക്കെ വന്നു ചേരും. എല്ലാവിധ കഷ്ടപ്പാടുകളൊക്കെ മാറും. അവരുടെ പ്രതീക്ഷകൾ പൂവണിഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരും. ഇത്തരത്തിലുള്ള ഏറ്റവും നേട്ടങ്ങളും ഉയർച്ചകളും വന്നു ചേരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം വന്നു ചേരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. കഷ്ടപ്പാടുകൾ മാറി നേട്ടങ്ങൾ വന്നു ചേരുന്നതിന് നിത്യവുമുള്ള എൻ്റെ പൂജയിൽ താങ്കളുടെ സാന്നിധ്യവും താങ്കളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനകൾക്ക് അനുകൂലമായി കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉണ്ടായിരിക്കും. അതിന് താങ്കൾ ചെയ്യേണ്ടത് താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും സുഖം വരട്ടെ. ലോകത്തിന് മുഴുവനായി എല്ലാവിധത്തിലും ഐശ്വര്യവും സമൃദ്ധിയും സുഖവും ഭവിക്കട്ടെ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് കഷ്ടതകൾ അവസാനിക്കുന്ന ഒരു സമയമാണ്. വലിയ ഭാഗ്യം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. സാമ്പത്തിക ഉയർച്ചകൾ ഇവർക്ക് സംഭവിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. തടസ്സങ്ങളൊക്കെ മാറി വലിയ രീതിയിൽ ഈ നക്ഷത്രക്കാർക്ക് പുതിയ വഴികൾ തുറക്കപ്പെടുന്ന സമയമാണ്. സന്തോഷവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേർന്നുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയമാണ്. അത്തരത്തിൽ ഏറ്റവും അനുകൂലമായ ധനയോഗത്തിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ധനയോഗത്തിന്റെ സമയമാണ്. ശക്തമായ നേട്ടങ്ങൾ, വലിയ ഉയർച്ചകൾ, ഭാഗ്യം ഇതൊക്കെ സിദ്ധിക്കുന്ന, പണം വലിയ തോതിൽ തന്നെ ഇവരെ കടാക്ഷിക്കുന്ന ഒരു സമയമാണ്. ഇവരുടെ പ്രാർത്ഥനകൾക്കും വിശ്വാസങ്ങൾക്കുമൊക്കെ ഏറ്റവും നല്ല വില നൽകുന്ന ഒരു സമയം. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. സുഖവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ്. ഇവരെ കാത്തിരിക്കുന്ന ഒരു സമയം. എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറും. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകും. കഷ്ടപ്പെട്ട് ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു വഴി തുറന്നു കിട്ടുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്.
കാർത്തിക നക്ഷത്രക്കാർക്ക് ഈശ്വരന്റെ കൈത്താങ്ങ് ലഭിക്കുന്ന സമയമാണ്. സത്യമായും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നു. ഈശ്വരന്റെ തുണ ലഭിക്കുന്ന, ഈശ്വര കടാക്ഷം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിനപ്പുറം അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് നഷ്ടബോധമില്ലാതെ കുടുംബ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്ന സമയമാണ്. വീട്ടിൽ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർത്ത് കടങ്ങൾ കുറച്ച് കടങ്ങൾ പൂർണ്ണമായും വീട്ടി എല്ലാവിധ സന്തോഷവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യത്തിന്റെ ഒരു സമയം തന്നെയാണ്. സമാധാനം ലഭിക്കുന്ന, മനസമാധാനത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന, സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന സമയം തന്നെയാണ്. ഇവർ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. മികച്ച അവസരങ്ങൾ ഉണ്ടാകുന്നു. പ്രശ്നപരിഹാരങ്ങളൊക്കെ തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഇവിടെ നല്ല കാലം തുടങ്ങുന്ന ഒരു സമയമാണ്. ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ മാറി എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരും. ഇവർക്ക് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ഇവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ശക്തമായ നേട്ടങ്ങൾ, വീട്ടിൽ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. എല്ലാവിധ നഷ്ടബോധങ്ങൾ, ആ മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ഇവർക്ക് ഒരു മോചനം ലഭിക്കുകയും കുടുംബത്തിൽ ധനം, ധാരാളിത്തം ഇത്യാദി കാര്യങ്ങൾ വന്നു ചേരുകയും ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ, ഭഗവാന്റെ കടാക്ഷത്തിലൂടെ അവിടെ ജീവിതത്തിന്റെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം, അതായത് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള ഏറ്റവും അധികം ഭാഗ്യം ശ്രദ്ധിക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏറ്റവും അധികം ഭാഗ്യവും ഐശ്വര്യവും സൗഭാഗ്യവും വന്നു ചേരുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഇവരുടെ കണ്ണീരിന്റെ വില അവരുടെ ജീവിതത്തിൽ ബഹുസ്ഫുരിപ്പിക്കുന്ന സമയമാണ്. പോസിറ്റീവ് എനർജി അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. വിശ്വാസം എല്ലാം കൊണ്ടും അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഇവർ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അന്നദാനം നടത്തുക. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറച്ച് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഈശ്വരാനുഗ്രഹവും എല്ലാവിധ പോസിറ്റീവ് എനർജിയും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതും ദുഃഖ ദുരിതങ്ങൾ മാറി എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സമൃദ്ധികൾക്കുമൊക്കെ കാരണമാകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ കൂടെ വന്നു ചേരും. ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് നല്ല മനസ്സിന്, നല്ല വിശ്വാസത്തിന് ഒക്കെ ഫലം സിദ്ധിക്കുന്ന, ഗുണഫലങ്ങൾ ഏറെ വന്നു ചേരുന്ന, ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കും ദുഃഖ ദുരിതങ്ങൾക്കും ഒരുപാട് നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിത ദുഃഖ സമാനമായ അവസ്ഥകൾക്കുമൊക്കെ അറുതി വരുന്നു. നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് ലാഭം വർദ്ധിപ്പിക്കുന്നതിനും നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ദൈവികമായ ഒരു പരിവേഷം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. വലിയ മാറ്റങ്ങൾ തന്നെ ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. വളരെ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സമാധാനമില്ലാത്ത ഒരവസ്ഥ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ ഒരു അറുതി വരികയും ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സൗഭാഗ്യ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സമൃദ്ധികൾക്കുമൊക്കെ കാരണമാകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരുടെ കണ്ണീരിന് ഒരു വിലയുണ്ടാകുന്നു. അവരുടെ പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധി വന്നു ചേരുന്നു. നല്ല സമയത്തിലൂടെ ലഭിക്കുന്ന ഈ ആനുകൂല്യം അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഇവർക്ക് സംഭവിക്കും.
ഇവർ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്കും വലിയ ഭാഗ്യം തന്നെയാണ്. വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ, വിദേശത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ടോ മറ്റു ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടോ പോകാനുള്ള അവസരം ഇവർക്ക് തുറന്നു കിട്ടുന്നു. വലിയ ഭാഗ്യമാണ്, ഐശ്വര്യമാണ്. അപ്രതീക്ഷിതമായ ധനയോഗം ഇവർക്ക് ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലും ദോഷ ദുരിതങ്ങൾ അനുഭവിച്ച് അവരുടെ മനസ്സ് മരവിച്ച ഒരവസ്ഥയിൽ നിന്ന് പതുക്കെ പതുക്കെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു. കഷ്ടപ്പാടുകൾക്ക് ദുഃഖ ദുരിതങ്ങൾക്കുമൊക്കെ അറുതി വരുത്തിക്കൊണ്ട് ഇവർ നേട്ടങ്ങൾ കൊയ്യും. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.